ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പേര് ജിൻസി എന്നാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് BBA സ്റ്റുഡൻസിൻ്റെ, അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഫിനാൻസ് സ്പെഷ്യലൈസേഷൻ എടുത്തിട്ടുള്ള BBA സ്റ്റുഡൻസിൻ്റെ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ പറയുന്ന ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൽ എത്ര മൊഡ്യൂൾസ് ആണ് വരുന്നത്, ഈ ഓരോ മൊഡ്യൂളിലും എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ഔട്ട് ഓഫ് എത്രയിലാണ്, ഇൻറ്റേർണൽ എത്രയിലാണ്, എക്സ്റ്റേണൽ എത്രയിലാണ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് പറയട്ടെ, നമ്മൾ ഈ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അതായത് ഫിനിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള BCom BBA സ്റ്റുഡൻസിൻ്റെ എല്ലാവിധ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും പ്രൊവൈഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റുകൾക്കുള്ള ഉത്തരവും ഈ ഒരു ചാനലിൽ തന്നെ ഉണ്ടായിരിക്കും. എല്ലാ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും നമ്മൾ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലും നമ്മൾ ഈ ചാനൽ വഴി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുൻപായിട്ട് എല്ലാ രീതിയിലുള്ള ക്ലാസ്സുകളും റിവിഷൻസും സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ചാനൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ സബ്ജക്റ്റുകളുടെ വീഡിയോസും നമുക്കിവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന നമ്മുടെ സബ്ജക്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഏതൊക്കെ മൊഡ്യൂളുകളാണ് നമുക്ക് ഈ ഒരു ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിക്കാനായിട്ടുള്ളത് എന്നാണ് കൊടുത്തിട്ടുള്ളത്. 4 മൊഡ്യൂൾസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്, ഫോർവേഡ് ആൻഡ് ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ് ആൻഡ് സ്വാപ്പ്, ഹെഡ്ജിങ് എന്ന് പറയുന്ന 4 മൊഡ്യൂൾസ് ആണ് പഠിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും, പക്ഷേ ഈ ഒരു വീഡിയോ കഴിയുന്നതോടുകൂടി നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുക എന്ന് പറയുന്ന അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഡെറിവേറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ കണ്ണടച്ച് പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2 പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരൊറ്റ പാർട്ടിൽ അപ്ലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ, പക്ഷേ നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ടത് കൊണ്ട് തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണല്ലോ, അതുകൊണ്ട് തന്നെ 2 പാർട്ടായിട്ടായിരിക്കും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. ഫസ്റ്റ് പാർട്ടിൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും, കൺസെപ്റ്റുകളെല്ലാം നല്ല ക്ലിയർ ആയിട്ടായിരിക്കും പറഞ്ഞു തരുന്നുണ്ടാവുക. അപ്പോൾ പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞ് 2 സെക്ഷൻസ് ആയിട്ടായിരിക്കും നമ്മൾ ഈ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ഇൻട്രൊഡക്ഷൻ ഭാഗം എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, കവർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എത്ര മാർക്കിനാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതാണ്. ഇൻറ്റേർണൽ എത്രയാണ്, എക്സ്റ്റേണൽ എത്രയാണെന്നുള്ളതാണ് നിങ്ങൾ അടുത്തതായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഇൻറ്റേർണൽ മാർക്ക് എന്ന് പറയുന്നത് 30-ലും എക്സ്റ്റേണൽ എന്ന് പറയുന്നത് 70-ലുമാണ്. അങ്ങനെ ടോട്ടൽ 100 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ടാവുക. 100 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് എന്നല്ല, 70 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് വരുന്നത്. 30 മാർക്ക് നിങ്ങളുടെ ഇൻറ്റേർണൽ മാർക്കായിരിക്കും. നിങ്ങളുടെ പെർഫോമൻസ് അടിസ്ഥാനമാക്കി നിങ്ങളുടെ കോളേജുകളുടെ ടീച്ചേഴ്സ്, നിങ്ങൾക്ക് സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് നിങ്ങൾക്ക് തരുന്ന മാർക്കാണ് ഇൻറ്റേർണൽ മാർക്ക്. ഈ 70 മാർക്ക് നമ്മൾ എഴുതിയെടുക്കേണ്ടതാണ്. ഈ 70 മാർക്കും നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. വളരെ കൂളായിട്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് 1 ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, നമ്മുടെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരെന്താണ്, ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഡെറിവേറ്റീവ് എന്താണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ, എന്താണ് ഇവിടെ ഡെറിവേറ്റീവ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ച് ഇവിടെ പറയുന്നുണ്ട്, ഡെറിവേറ്റീവ് കം ഫ്രം ദ വെർബ് ഡിറൈവ്. ഡിറൈവ് എന്ന് പറയുന്ന വെർബിൽ നിന്നാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന വാക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഒന്നും കൂടെ പറയാണ്, ഡെറിവേറ്റീവ് എന്ന് പറയുന്ന വാക്ക് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, ഡിറൈവ് എന്ന് പറയുന്ന വെർബിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താ പറയുന്നത്, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ് ഹാസ് നോ ഇൻഡിപെൻഡൻറ്റ് വാല്യൂ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണെന്ന് പറയുന്നത്.
ഇൻഡിപെൻഡൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഈ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ടേമിന് അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിന്, ഡെറിവേറ്റീവ് എന്താണെന്ന് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഡെറിവേറ്റീവിന് എന്തില്ലെന്നാണ് പറയുന്നത്? ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വാല്യൂ ഇല്ല. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വാല്യൂ ഇല്ല എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഡെറിവേറ്റീവ്? എന്തായിരിക്കും? ഡിപ്പെൻഡൻ്റ് ആണ്. ഡിപ്പെൻഡൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഒന്നും കൂടി പറയാണ്, ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡിറൈവ് എന്ന് പറയുന്ന വെർബിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഡെറിവേറ്റീവിന് എന്തില്ല? ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വാല്യൂ ഇല്ല. ഡിപ്പെൻഡൻ്റ് ആണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവോ? ഇല്ല. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ദ വാല്യൂ ഓഫ് ഓയിൽ ഡിപ്പെൻഡ്സ് ഓൺ കോക്കനട്ട്. കോക്കനട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്തിരിക്കുന്നതെന്നാണ് പറയുന്നത്? ഓയിലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓയിൽ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്? കോക്കനട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഓയിലിൻ്റെ വില കൂടി എന്ന് പറയുന്ന സാഹചര്യത്തിൽ എന്ത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് കൂടിയിട്ടുണ്ടാവുക? കോക്കനട്ടിൻ്റെ വില കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഓയിലിൻ്റെ വില കൂടുന്നത്. ഇത്രയും മനസ്സിലാക്കുക. ദ വാല്യൂ ഓഫ് ഓയിൽ ഡിപ്പെൻഡ്സ് ഓൺ കോക്കനട്ട്. കോക്കനട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓയിലിൻ്റെ വാല്യൂ ഇരിക്കുന്നത്. അതായത് കോക്കനട്ടിൻ്റെ വില കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഓയിലിൻ്റെ വിലയും അവിടെ കൂടും. ഇനി നേരെ മറിച്ച് കോക്കനട്ടിൻ്റെ വില കുറയുകയാണെങ്കിൽ ഓയിലിൻ്റെ വിലയും കുറയും. അതായത് ഓയിൽ എന്ന് പറയുന്ന ആ ഒരു ഐറ്റത്തിന് ഒരു ഇൻഡിപെൻഡൻറ്റ് വാല്യൂ ഇല്ല. അതായത് കോക്കനട്ടിന് എന്താണോ സംഭവിക്കുന്നത്? കോക്കനട്ടിൻ്റെ വില കൂടുകയാണോ? എന്നാൽ ഞാനും കൂടിയേക്കാം, ഓയിലും കൂടുന്നു. കോക്കനട്ടിൻ്റെ വില കുറയുകയാണ്, അപ്പോൾ ഓയിലിൻ്റെ വിലയും എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതാണ് പറയുന്നത്. ഓയിലിന് എന്തില്ല? ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വാല്യൂ ഇല്ല. അപ്പോൾ ഈ എക്സാമ്പിൾ തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. നമ്മുടെ എക്സാമ്പിളിൽ ഓയിലാണ് എന്തെന്ന് പറയുന്നത്? ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അതായത് കോക്കനട്ട് എന്ന് പറയുന്ന ഐറ്റത്തിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഓയിലിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഓയിലിന് ഇൻഡിപെൻഡൻറ്റ് വാല്യൂ ഇല്ല. ഓയിൽ കോക്കനട്ട് എന്ന് പറയുന്ന പ്രൊഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ പറയാണ്, ഈ എക്സാമ്പിൾ നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ദ വാല്യൂ ഓഫ് ഓയിൽ ഡിപ്പെൻഡ്സ് ഓൺ കോക്കനട്ട്. ഓയിലിൻ്റെ വാല്യൂ കോക്കനട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതായത് കോക്കനട്ടിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓയിലിൻ്റെ വാല്യൂയും ഇൻക്രീസ് ചെയ്യുന്നു. കോക്കനട്ടിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പോൾ ഓയിലിൻ്റെ വാല്യൂയും ഡിക്രീസ് ചെയ്യുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? ഇവിടെ നമ്മൾ പറയുന്ന ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഓയിലാണ്. അപ്പോൾ കോക്കനട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. ഇപ്പോൾ ജസ്റ്റ് ആ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓയിൽ എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവും കോക്കനട്ട് എന്ന് പറഞ്ഞാൽ അണ്ടർലൈങ് അസറ്റുമാണ്. ഈ അണ്ടർലൈങ് അസറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓയിലിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത്. ഇത്രയും മനസ്സിലാക്കി വെക്കുക. മുന്നോട്ട് പോകുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി സെക്കൻഡ് വൺ നോക്കുന്ന സമയത്ത് നമ്മുടെ സെക്കൻഡ് സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. സോ ഡെറിവേറ്റീവ്സ് ആർ ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ്. നമ്മളിപ്പോൾ ഒരു കോമൺ സെൻസിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കോക്കനട്ടും ഓയിലും ഒക്കെ യൂസ് ചെയ്ത് ഒരു കോമൺ സെൻസിലായിരുന്നു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഡെറിവേറ്റീവിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ എന്താ പറയുന്നത്? സോ ഡെറിവേറ്റീവ്സ് ആർ ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ്. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് ആണ്. വിച്ച് ദ വാല്യൂ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ അതർ പ്രൊഡക്റ്റ്. അതിൻ്റെ വാല്യൂ മറ്റൊരു പ്രൊഡക്റ്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഡിറൈവ് ചെയ്യുന്നത്. മുന്നോട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ സെൻസിലേക്കാണ് പഠിക്കുന്നത്. ഇപ്പോൾ ബേസിക് ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് ആണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്യുന്നത് മറ്റുള്ള പ്രൊഡക്റ്റിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഓയിൽ എന്ന് പറയുന്നതായിരുന്നു ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ആ ഓയിലിൻ്റെ വാല്യൂ എങ്ങനെയാണ് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്? കോക്കനട്ടിൻ്റെ വാല്യൂവിൽ നിന്ന്, അല്ലെങ്കിൽ കോക്കനട്ടിൽ എന്ത് മാറ്റം സംഭവിക്കുന്നോ അതനുസരിച്ചായിരുന്നു ഓയിലിൻ്റെ വിലയിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡെറിവേറ്റീവ് എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതാണ് അതിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. നോക്കിക്കേ, ഇവിടെ എന്താ പറയുന്നത്? ഡെറിവേറ്റീവ് ആർ കോൺട്രാക്റ്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ്. ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് രണ്ട് പാർട്ടീസ് തമ്മിലുള്ള കോൺട്രാക്റ്റ് ആണ്. പിന്നെയോ ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് ഡിറൈവ്ഡ് ഫ്രം. അതിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്യുന്നത് എവിടെ നിന്നാണ്?
ദ വാല്യൂ ഓഫ് ആൻ അണ്ടർലൈങ് എസെറ്റ്. അണ്ടർലൈങ് എസെറ്റിൽ നിന്നാണ് വാല്യൂ ഡിറൈവ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ്. ഡെറിവേറ്റീവ്സ് ആർ ദ കോൺട്രാക്ട് ബിറ്റ്വീൻ ടു പാർട്ടീസ് ആൻഡ് ഇറ്റ്സ് എ വാല്യൂസ് ഡിറൈവ്ഡ് ഫ്രം ദ വാല്യൂ ഓഫ് ആൻ അണ്ടർലൈങ് എസെറ്റ്. ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് രണ്ട് ആളുകൾ തമ്മിലുള്ള കോൺട്രാക്റ്റ് ആണ്. ഡെറിവേറ്റീവിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്യുന്നത് അണ്ടർലൈങ് എസെറ്റിൽ നിന്നാണ്. മിസ് എക്സാമ്പിൾ പറഞ്ഞ സമയത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഓയിലാണ് എന്നുള്ളതും കോക്കനട്ട് എന്ന് പറയുന്നത് അണ്ടർലൈങ് എസെറ്റ് ആണെന്നുള്ളതും. ആ കാര്യം തന്നെയല്ലേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. രണ്ട് പാർട്ടീസാണ് കോൺട്രാക്റ്റിൽ വരുന്നത്. ഡെറിവേറ്റീവ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്യുന്നത് അണ്ടർലൈങ് എസെറ്റിൽ നിന്നാണ്. അതായത് ഓയിലിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്തത് എവിടെ നിന്നായിരുന്നു? അണ്ടർലൈങ് എസെറ്റ് ആയിട്ടുള്ള കോക്കനട്ടിൽ നിന്നായിരുന്നു. ഇവിടെ ഓയിൽ എന്ന് പറയുന്നത് ഡെറിവേറ്റീവും കോക്കനട്ട് എന്ന് പറയുന്നത് എന്താണ്? അണ്ടർലൈങ് എസെറ്റും ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ലേ. എന്താണ് ഡെറിവേറ്റീവ് എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ കണ്ണടച്ച് നമുക്ക് പറയാവുന്നതുള്ളൂ. ഡെറിവേറ്റീവ്സ് ആർ ദ കോൺട്രാക്ട് ബിറ്റ്വീൻ ടു പാർട്ടീസ് ആൻഡ് ഇറ്റ്സ് വാല്യൂസ് ഡിറൈവ്ഡ് ഫ്രം ദ വാല്യൂ ഓഫ് ആൻ അണ്ടർലൈങ് എസെറ്റ്. എത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണെന്ന് നോക്കിക്കേ. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്? അതൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞിരിക്കുകയാണ്. അതായത് എന്താണ് ഇവിടെ ഡെറിവേറ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. മിസ്റ്റർ എ ആൻഡ് ബി എൻറ്റർ ഇൻ ടു എ കോൺട്രാക്ട് ദാറ്റ് ആഫ്റ്റർ ദ ഹാർവസ്റ്റിംഗ് ഓഫ് വീറ്റ് എ വിൽ സെൽ ദ വീറ്റ് ടു ബി ആൻഡ് at an agreed price at an agreed time. എയും ബിയും എന്ത് ചെയ്യാണ്? രണ്ട് പാർട്ടീസ് കോൺട്രാക്റ്റിലേക്ക് എൻറ്റർ ചെയ്യാണ്. നമ്മുടെ ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺട്രാക്ട് ബിറ്റ്വീൻ ടു പാർട്ടീസ് ആണെന്നുള്ളത്. ഇവിടെ നോക്കിക്കേ, ആ ടു പാർട്ടീസ് ആരൊക്കെയാണ്? എയും ബിയുമാണ് ആ രണ്ട് പാർട്ടീസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ അവർ എഗ്രിമെൻറ്റിൽ പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ കോൺട്രാക്റ്റിൽ പറയുന്നത് എന്താണ്? എ എന്ത് ചെയ്യും? ബിക്ക് എന്ത് സെല്ല് ചെയ്യുമെന്നാണ് പറയുന്നത്? വീറ്റ് സെല്ല് ചെയ്യും എന്നാണ് പറയുന്നത്. എ ബിക്ക് വീറ്റ് സെല്ല് ചെയ്യാമെന്ന് എഗ്രി ചെയ്യുന്നു. എങ്ങനെയാണ് അവരുടെ എഗ്രിമെൻറ്റ്? എഗ്രീഡ് പ്രൈസ്, അതായത് നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രൈസും അതുപോലെ തന്നെ എഗ്രീഡ് ടൈമും. അതായത് ഇത്രയേ ഉള്ളൂ. അടുത്ത മാസം അല്ലെങ്കിൽ ജൂലൈ 15-ാം തീയതി 10,000 രൂപയ്ക്ക് 10 കിലോ വീറ്റ് കൊടുക്കാമെന്ന് എ ആയിട്ടുള്ള ഞാൻ ബി ആയിട്ടുള്ള ഒരു പാർട്ടിയോട് പറയുകയാണെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. എ ആൻഡ് ബി എൻറ്ററിങ് എ കോൺട്രാക്ട് that after harvesting of wheat A will sell the wheat to B at the agreed price and at the agreed time. ആ എക്സാമ്പിളിലുണ്ട് ക്ലിയർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. നമ്മുടെ നാടൻ പ്രദേശങ്ങളിലൊക്കെ പറയുന്ന കാര്യമാണ്, എന്താ പറയുന്നത്, പാട്ടത്തിന് കൊടുക്കുക എന്ന് പറയും നമ്മൾ, അല്ലേ? അതായത് തെങ്ങ് അല്ലെങ്കിൽ അടയ്ക്ക ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പാട്ടത്തിന് കൊടുക്കാറുണ്ട്. എന്താണ്? അപ്പോൾ ഉടമസ്ഥർ എന്ത് ചെയ്യും? ഒരു പെർട്ടിക്കുലർ പ്രൈസ് മേടിച്ചിട്ട് അവർക്കത് എന്താ പറയുന്നത്, ആ ഒരു ഹാർവസ്റ്റ് കഴിയുന്നവരെ അവരോട് ഹാർവസ്റ്റ് എടുത്തോളാൻ പറയാണ്. ഇപ്പോൾ 2 ലക്ഷം രൂപയ്ക്ക് നമ്മളൊരു തെങ്ങിൻ തോട്ടം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനൊരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റും. എന്തിനു വേണ്ടിയിട്ട് നമ്മളിത് ചെയ്യുന്നത്? നമ്മൾ എന്തായിരിക്കും അതിൻ്റെ ബിഹൈൻഡ് ദ റീസൺ എന്ന് പറയുന്നത് എന്താണ്? എന്താ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്? ഡെറിവേറ്റീവ്സ് ആർ യൂസ്ഡ് ഫോർ ഹെഡ്ജ് എഗനസ്റ്റ് റിസ്ക്. ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ ടു റെഡ്യൂസ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അതായത് റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കോൺട്രാക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മേക്ക് ചെയ്യുന്നത്, ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് മേക്ക് ചെയ്യുന്നത്. ഡെറിവേറ്റീവ് ആർ യൂസ്ഡ് ഫോർ അല്ലെങ്കിൽ ഹെഡ്ജിങ് എഗനസ്റ്റ് റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിലേക്ക് പാർട്ടീസ് എൻറ്റർ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുള്ള എക്സ്പ്ലനേഷനിലെ കാര്യങ്ങളെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓരോന്നും നമുക്ക് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെറിവേറ്റീവ്സ്. ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? അണ്ടർലൈങ് അസെറ്റ്. നമ്മുടെ എക്സാമ്പിളിൽ എന്തായിരുന്നു അണ്ടർലൈങ് അസെറ്റ്? കോക്കനട്ട് ആയിരുന്നു അണ്ടർലൈങ് അസെറ്റ്. ആ എക്സാമ്പിൾ വളരെ ക്ലിയർ കട്ടായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് കൺസെപ്റ്റിൽ ഒരു ക്ലാരിറ്റി കുറവും ഉണ്ടാവില്ല. പിന്നെ എന്താ പറയുന്നത്? നോ ഇൻഡിപെൻഡൻറ്റ് വാല്യൂ. അവിടെ ഡെറിവേറ്റീവിന് ഇൻഡിപെൻഡൻറ്റ് വാല്യൂ ഉണ്ടായിരുന്നോ? ഇല്ല. ഓയിലിന് ഇൻഡിപെൻഡൻറ്റ് വാല്യൂ ഉണ്ടായിരുന്നില്ല. പ്രീ ഡിഫൈൻഡ് പീരീഡ് ആയിരുന്നു. അതായത് അടുത്ത മാസം 15-ാം തീയതി തരാമെന്ന് പറഞ്ഞാൽ മുൻകൂട്ടി നമ്മൾ ആ ഒരു പീരീഡ് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഫുൾഫിൽമെൻറ്റ്, അതായത് കോൺട്രാക്ട് ഫുൾഫിൽമെൻ്റ് ആണ്. കോൺട്രാക്റ്റ് ഫുൾഫിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? ആ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് കോൺട്രാക്ട് ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്നത്. ഹെഡ്ജിങ് റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഡെറിവേറ്റീവ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ
ഓഫ് ബാലൻസ് ഷീറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. നമ്മൾ ഈ ഒരു ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഐറ്റത്തിന് ബാലൻസ് ഷീറ്റിൽ യൂസ് ചെയ്യാറില്ല. പിന്നെ എന്താ പറയുന്നത്, സെക്കൻഡറി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഒരു സെക്കൻഡറി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഇതെന്ന് പറയുന്നത്. ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്തു എന്നുള്ളത് മാത്രമാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഹിസ്റ്ററി ആണ്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് റീഡ് ചെയ്ത് വെച്ചാൽ മതി. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല, പക്ഷെ മിസ് ജസ്റ്റ് ഇവിടെ ഒന്ന് കൊടുത്തു, നിങ്ങളുടെ ഒരു നോളജിന് വേണ്ടിയിട്ട് കൊടുത്തു. ആർക്കെങ്കിലും അഡീഷണൽ മാർക്കിന് വേണ്ടിയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇതൊന്ന് മെൻഷൻ ചെയ്യാനായിട്ട് പറ്റും. അത് ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാൽ മാത്രം മതി, ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി നോക്കിക്കേ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഡെറിവേറ്റീവിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മിസ്സ് പറയുകയാണ്, നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ആണ്. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് പറയുന്നതിന് മുൻപായിട്ട് നമ്മൾ ഡെറിവേറ്റീവിനെ ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ കൺസെപ്റ്റുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡെറിവേറ്റീവിൻ്റെ ക്ലാസിഫിക്കേഷൻസ് അല്ലെങ്കിൽ ടൈപ്പാണ് പറയുന്നത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ 3 രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡെറിവേറ്റീവിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് കോൺട്രാക്റ്റ്, ഓൺ ദ ബേസിസ് ഓഫ് അണ്ടർലൈങ് അസെറ്റ്, ഓൺ ദ ബേസിസ് ഓഫ് ട്രേഡിംഗ് മെക്കാനിസം. ഇങ്ങനെ 3 രീതിയിലാണ് നമ്മൾ ഡെറിവേറ്റീവിനെ എന്ത് ചെയ്തിട്ടുള്ളത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, കോൺട്രാക്റ്റിൻ്റെ ബേസിസിൽ എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സബ്ജക്റ്റിൽ ഉടനീളം നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്ന ഓരോ മൊഡ്യൂളിലും നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്ന കൺസെപ്റ്റ് ഇതാണ്. സെക്കൻഡ് മൊഡ്യൂൾ ഫോർവേഡ് ആൻഡ് ഫ്യൂച്ചേഴ്സ് ആണ്. തേർഡ് മൊഡ്യൂൾ വരുന്നത് ഓപ്ഷൻസ് ആണ്. അപ്പോൾ നോക്കിക്കേ, 2 മൊഡ്യൂൾസ് ഇതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺസെപ്റ്റ് ഇപ്പോൾ തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഫസ്റ്റ് വൺ എന്താ പറയുന്നത്, ഫോർവേഡ് ആണ് ഫസ്റ്റത്തത്. പിന്നെ ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻ, സ്വാപ്പ്, ഇത് 4ഉമാണ് എന്തെന്ന് പറയുന്നത്, കോൺട്രാക്റ്റിൻ്റെ ബേസിസിൽ ഡെറിവേറ്റീവിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്ന കാര്യം. അതിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. എന്താണ് ഫോർവേഡ് എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത്. എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ buyer and seller to buy or sell an asset at a predetermined price at a specified future date. എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഡെറിവേറ്റീവിൻ്റെ കോൺട്രാക്റ്റ് പറഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് എന്താണെന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതാണ് ഫോർവേഡ് എന്ന് പറയുന്നത്. നോക്കിക്കേ, എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ, അല്ലേ, എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലർ. അപ്പോൾ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കോൺട്രാക്ട് ബിറ്റ്വീൻ 2 പാർട്ടി എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ 2 പാർട്ടീസ് ആരാ, ബയ്യറും സെല്ലറുമാണ് 2 പാർട്ടീസ് എന്ന് പറയുന്നത്. ഇവരിവിടെ എന്താ എഗ്രിമെൻറ്റ് വെക്കുന്നത്, ടു ബൈ ഓർ സെൽ ആൻ അസെറ്റ് അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ്, മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള ഒരു പ്രൈസ്, അറ്റ് എ സ്പെസിഫൈഡ് ഫ്യൂച്ചർ ഡേറ്റ്, മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള ഒരു ഡേറ്റിൻ്റെയും മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള ഒരു പ്രൈസിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു അസെറ്റ് സെല്ല് ചെയ്യാമെന്നോ അല്ലെങ്കിൽ ബൈ ചെയ്യാമെന്നോ ഒരു സെല്ലറും ബയ്യറും എഗ്രിമെൻറ്റിൽ എത്തുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, ഫോർവേഡ് എന്ന് പറയാനായിട്ട് സാധിക്കും. അതായത് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള ഒരു ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു പ്രൈസിൻ്റെ അടിസ്ഥാനത്തിൽ ബയ്യറും സെല്ലറും പറയുകയാണ് ഒരു അസറ്റിനെ ബൈ ചെയ്യുകയോ സെല്ല് ചെയ്യുകയോ ചെയ്യാമെന്ന് പറഞ്ഞ ഒരു എഗ്രിമെൻറ്റിൽ എത്തുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, ഫോർവേഡ് എന്ന് പറയാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ജിനു എഗ്രീസ് സെൽ ഹെർ കാർ ടു അപ്പു. ജിനു എന്ത് ചെയ്തു, അപ്പുവിന് കാറ് കൊടുക്കാം, വിൽക്കാമെന്ന് എഗ്രി ചെയ്തു. എത്ര രൂപയ്ക്ക്, 2 ലക്ഷം രൂപയ്ക്ക് ജിനു അപ്പുവിന് കാറ് കൊടുക്കാം എന്ത് ചെയ്തിട്ടുണ്ട്, എഗ്രി ചെയ്തിട്ടുണ്ട്. അപ്പു എന്ത് ചെയ്തു, അപ്പു അത് സമ്മതിക്കുകയും ചെയ്തു. എങ്ങനെ സമ്മതിച്ചിട്ടുള്ളത്, ജനുവരി 1 എന്ത് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ജനുവരി 1, 2027 എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു, ഈ പറയുന്ന കാറ് മേടിച്ചോളാമെന്ന് ആര് എഗ്രി ചെയ്തു, അപ്പു എഗ്രി ചെയ്യുകയും ചെയ്തു. അപ്പം നമ്മളവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയല്ലേ, 2 പാർട്ടീസ് ഒരു എഗ്രിമെൻറ്റിൽ എത്തുകയാണ്, ഒരു അസെറ്റ് ബൈ ചെയ്യുകയോ സെല്ല് ചെയ്യുകയോ ചെയ്യാമെന്ന് 2 പാർട്ടീസ് എഗ്രി ചെയ്യുകയും അവിടെ ഒരു പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസും ഒരു പ്രീ ഡിറ്റർമൈൻഡ് ഡേറ്റും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫോർവേഡ് എന്ന് പറയാം. അത്രയല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, എന്താണ്, ഇവിടെ ഡിഫാൾട്ട് റിസ്ക് കൂടുതലാണ്. അതായത് ഒരു പാർട്ടിക്ക് ഈ ഒരു എഗ്രിമെൻറ്റിൽ നിന്ന് മാറിയാൽ
എന്താണ് റിസ്ക് കൂടുതലാണ്. ഇപ്പോൾ ജിനു പറഞ്ഞു അപ്പൂനോട് 2 ലക്ഷം രൂപയ്ക്ക് എന്ത് ചെയ്യാം, കാറ് തരാമെന്ന് പറഞ്ഞു. ഈ ജിനുവിന് ഒരാൾ ഓഫർ ചെയ്യാണ് 2,50,000 രൂപയ്ക്ക് ഞാൻ ആ കാർ എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജിനുവിൻ്റെ ലാഭം എന്താണ്, അവർക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ജിനു എന്ത് ചെയ്തു, 2,50,000 രൂപയ്ക്ക് ഓപ്പൺ മാർക്കറ്റിൽ അതിനെ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൂന് അത് റിസ്ക് ആണ് അല്ലേ. അപ്പോൾ 2 പാർട്ടീസിനും ഇവിടെ റിസ്ക് കൂടുതലാണെന്നുള്ളതാണ് പറയുന്നത്. ആരും ഇവിടെ ആരെയും നിർബന്ധിക്കുന്നില്ല കോൺട്രാക്റ്റിൽ നിൽക്കാനായിട്ട്. അതാണ് ഈ ഒരു എക്സാമ്പിളിൽ പറയുന്നത്. ഇത്രയും മനസ്സിലാക്കുക, 2 പാർട്ടീസ് ഒരു അസറ്റ് സെല്ല് ചെയ്യുക അല്ലെങ്കിൽ ബൈ ചെയ്യുക ഒരു പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസിൽ അല്ലെങ്കിൽ പ്രീ ഡിറ്റർമൈൻഡ് പീരീഡിൽ അല്ലെങ്കിൽ ഒരു ടൈമിൽ ചെയ്യാമെന്ന് എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫോർവേഡ് എന്ന് പറയാനായിട്ട് പറ്റും. കുറച്ച് കാര്യം കൂടെ അതിനകത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇവിടെ നോക്കിക്കേ, ഇവിടെ എഗ്രീഡ് പ്രൈസ് എന്ന് പറയുന്നത് ഫോർവേഡ് പ്രൈസ് ആണ്. അതായത് ഫോർവേഡ് കോൺട്രാക്റ്റിൽ നമ്മൾ എഗ്രി ചെയ്യുന്ന പ്രൈസിനെ ഫോർവേഡ് പ്രൈസ് എന്നാണ് പറയുന്നത്. ഈ ടേംസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഫോർവേഡ് പ്രൈസ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് നോട്ട് ട്രേഡഡ് ഓൺ ദ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇത് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിലല്ല ട്രേഡ് ചെയ്യുന്നത്, നേരെ മറിച്ച് OTCയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഓവർ ദ കൗണ്ടർ എന്നാണ് അതിന് പറയുന്നത്. ഓവർ ദ കൗണ്ടർ എന്താണെന്നുള്ളത് മുന്നോട്ട് നമ്മൾ പഠിക്കും. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിലല്ല ഫോർവേഡ് എന്ത് ചെയ്യുന്നത്, ട്രേഡ് ചെയ്യുന്നത്. ഫോർവേഡ് കോൺട്രാക്റ്റിൽ എഗ്രീഡ് പ്രൈസിനെ പറയുന്നത് ഫോർവേഡ് പ്രൈസ് എന്നാണ്. അതുപോലെ തന്നെ നോക്കി, ഇറ്റ് ഈസ് നോട്ട് റിക്വേർഡ് ഇനിഷ്യൽ പേയ്മെൻറ്റ്. ഒരു തരത്തിലുള്ള അഡ്വാൻസ് എമൗണ്ടും വേണ്ട. അഡ്വാൻസ് എമൗണ്ട് വേണ്ടാത്തത് കൊണ്ട് തന്നെ എന്താണ്, റിസ്ക് കൂടുതലായിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റും കൂടെ വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്, ഫോർവേഡ് കോൺട്രാക്ട് ഈസ് എ സീറോ സം ഗെയിം. അതായത് ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഒരു സീറോ സം ഗെയിമാണ്. അതായത് സീറോ സം ഗെയിം എന്ന് പറഞ്ഞാൽ ദ ഗെയിൻ ഓഫ് ദി വൺ പാർട്ടി ഈസ് ദ ലോസ് ഓഫ് ദി അനദർ പാർട്ടി. ഒരു പാർട്ടിയുടെ ഗെയിൻ എന്ന് പറയുന്നത് മറ്റേ പാർട്ടിയുടെ എന്തായിരിക്കും, ലോസ് ആയിരിക്കും. ഒരു പാർട്ടിയുടെ ഗെയിൻ എന്തായിരിക്കും, മറ്റേ പാർട്ടിയുടെ ലോസ് ആയിരിക്കും. അതാണ് സീറോ സം ഗെയിം എന്ന് പറയുന്നത്. ഒരാൾക്ക് അവിടെ ലാഭവും ഒരാൾക്ക് അവിടെ നഷ്ടവുമായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോർവേഡിൽ പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫോർവേഡ് എന്തായിരുന്നു, ഒന്നും കൂടെ പറയുകയാണ് ഫോർവേഡ് എന്തായിരുന്നു എന്നുള്ളത്. ഫോർവേഡ് എന്ന് പറഞ്ഞാൽ 2 പാർട്ടീസ് തമ്മിലുള്ള, ബയ്യറും സെല്ലറും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ്. ഒരു അസറ്റ് ബൈ ചെയ്യാം അല്ലെങ്കിൽ സെല്ല് ചെയ്യാം, ഒരു പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസിൽ അല്ലെങ്കിൽ പ്രീ ഡിറ്റർമൈൻഡ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡേറ്റിലേക്ക് സെല്ല് ചെയ്യാം എന്ന് പറയുന്ന എഗ്രിമെൻറ്റിന് അല്ലെങ്കിൽ ബൈ ചെയ്യാമെന്ന് പറയുന്ന എഗ്രിമെൻറ്റിനെ നമ്മൾ ഫോർവേഡ് എന്ന് പറയുന്നു. അതിന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്തെ കുറച്ച് എന്താ പറയുന്നത് ടേംസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നോക്കിക്കേ, ഇനി പറയുന്നത് ഫ്യൂച്ചറാണ്. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഫോർവേഡിൻ്റെ ചെറിയൊരു എന്താ പറയുന്നത് ഡിഫറൻസ് മാത്രമാണ് ഫ്യൂച്ചറിന് വരുന്നത്. ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ബയ്യർ ആൻഡ് സെല്ലർ. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെ കറക്റ്റാണ്. ബയ്യറും സെല്ലറും തമ്മിലുള്ള കോൺട്രാക്റ്റ് ആണ് ടു ബൈ ഓർ സെൽ ആൻ അസറ്റ് അറ്റ് എ സെർട്ടൈൻ ടൈം ഇൻ ഫ്യൂച്ചർ അറ്റ് എ സെർട്ടൈൻ പ്രൈസ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. ഇവിടെ ഒരേ ഒരു ഡിഫറൻസേ ഉള്ളൂ. അത് അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, 2 പാർട്ടീസ് തമ്മിലുള്ള, അല്ലാതെ ബയ്യറും സെല്ലറും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ആണ്. ഒരു അസറ്റ് സെല്ല് ചെയ്യാം അല്ലെങ്കിൽ ബൈ ചെയ്യാം എന്ന് പറയുന്ന ഒരു എഗ്രിമെൻറ്റിനെയാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഇവിടെയും പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള പ്രൈസും ഫ്യൂച്ചർ ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഡിഫറൻസ് എന്തായിരിക്കും, എന്താണ് ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്? നോക്കിക്കേ, ഇവിടുത്തെ ഡിഫറൻസ് എക്സാമ്പിളിൽ പറയുന്നുണ്ട്. ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്, ഇവിടെ ജിനു എഗ്രി ചെയ്യാണ് അല്ലെങ്കിൽ ജിനു എഗ്രീസ് സെൽ ഹെർ കാർ ടു അപ്പു വർത്ത് ₹2 lakh ആൻഡ് അപ്പു എഗ്രി ടു ബൈ അറ്റ് January 1st, 2027. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയല്ലേ ഇവിടെ പറയുന്നത്. എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ പറയുന്നുണ്ട്, ആ ഒരു കാര്യം മാത്രമാണ് പറയുന്നത്. എക്സ്ട്രാ പറയുന്നത് താഴേക്കാണ്. ജിനു എന്ത് ചെയ്തു, അപ്പുവിനോട് പറഞ്ഞു 2 ലക്ഷം രൂപയ്ക്ക് ഞാൻ നിനക്ക് കാറ് തരാം. അപ്പോൾ അപ്പു പറഞ്ഞു ഓക്കെ, ഞാനത് January 1st, 2027 എന്ത് ചെയ്തോളാം, റിസീവ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അത്രയും ഫോർവേഡുമായിട്ട് കണക്റ്റഡ് ആണ്. ഫ്യൂച്ചറിൽ എന്താ ഡിഫറൻസ് വരുന്നത്, ഇവിടെ ആരുണ്ടായിരിക്കും, ഒരു എക്സ്ചേഞ്ച് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ബ്രോക്കർ ഉണ്ടായിരിക്കും. ഈ ബ്രോക്കർ എന്തിനു വേണ്ടിയിട്ടാണ്, റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രോക്കർ ഉള്ളത്. ഈ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ബ്രോക്കർ എന്ത് മേടിക്കും, ഒരു മാർജിൻ എമൗണ്ട് 2 പാർട്ടീസിൻ്റെയും കയ്യിൽ നിന്ന് മേടിക്കും. അതാണ് ഈ ഫോർവേഡും ഫ്യൂച്ചറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഫോർവേഡ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു അഡ്വാൻസ് എമൗണ്ട് അല്ലെങ്കിൽ ഇനിഷ്യൽ എമൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് അവിടെ റിസ്ക് വരുന്നത്. ഇവിടെ
ഇവിടെ എന്ന് പറയുമ്പോൾ അവിടെ 2 പാർട്ടീസ് ആയിരുന്നു, ഇവിടെ 2 പാർട്ടീസ് പ്ലസ് ഒരു എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഒരു ബ്രോക്കർ വരുന്നുണ്ട്. ഈ ബ്രോക്കർ 2 പാർട്ടിയുടെയും കയ്യിൽ നിന്ന് ഒരു അഡ്വാൻസ് എമൗണ്ട് മേടിക്കുന്നത് കൊണ്ട് തന്നെ വേറെ ഓപ്പൺ മാർക്കറ്റിൽ ഇപ്പോൾ 2,50,000 രൂപയ്ക്ക് ഈ കാർ എടുത്തോളാം എന്ന് പറഞ്ഞാൽ സിംപിളി ജിനുവിന് അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റില്ല ഫ്യൂച്ചറിൻ്റെ കേസിൽ. പക്ഷേ ഫോർവേഡിൻ്റെ കേസിലായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല, റിസ്ക് ഇല്ല, ജിനുവിന് എന്ത് ചെയ്യാമായിരുന്നു, നേരെ ആ ഒരു കോൺട്രാക്റ്റിൽ നിന്ന് മാറി അടുത്ത കോൺട്രാക്റ്റിലേക്ക് പോവായിരുന്നു. അപ്പോൾ ഫോർവേഡും ഫ്യൂച്ചറും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫോർവേഡ് എന്ന് പറയുന്നത് റിസ്ക് കൂടുതലുള്ളതും ഫ്യൂച്ചർ എന്ന് പറയുന്നത് റിസ്ക് കുറവുള്ളതുമാണ്. ഫോർവേഡിൽ ഇനിഷ്യൽ പേയ്മെൻറ്റിന് ആവശ്യമില്ല, പക്ഷേ ഫ്യൂച്ചറിൽ എന്ത് വേണം, ഇനിഷ്യൽ പേയ്മെൻറ്റ് കൊടുക്കണം, മാർജിൻ എമൗണ്ട് കൊടുക്കണം. ഫോർവേഡിൽ 2 പാർട്ടീസാണ്, ബയ്യറും സെല്ലറും ആണ് വരുന്നത്. ഫ്യൂച്ചറിലേക്ക് വരുന്ന സമയത്ത് എക്സ്ട്രാ ഒരു ബ്രോക്കർ കൂടി വരുന്നു. ഈ ബ്രോക്കർ ഒരു ഇനിഷ്യൽ എമൗണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് മേടിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഫോർവേഡും ഫ്യൂച്ചറും. പഠിക്കുന്ന സമയത്ത് ഫോർവേഡും ഫ്യൂച്ചറും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി പഠിക്കുന്ന സമയത്ത് ആ 2 കൺസെപ്റ്റും എന്ത് ചെയ്യില്ല, മാറിപ്പോവില്ല. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, ഓപ്ഷൻസ് ആണ് പറയുന്നത്. ഓപ്ഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് തന്നെയാണ് ഓപ്ഷൻ്റെ മീനിങ് എന്ന് പറയുന്നത്, അതായത് ആ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോൺട്രാക്ട് which give its holder right but not the obligation to buy or sell an asset at the fixed price at some future date. അതായത് ഇവിടെ എന്താ പറയുന്നത്, ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് ആണ്. ഹോൾഡർക്ക് റൈറ്റ് ആണുള്ളത്, എന്തല്ല ഉള്ളത്, ഒബ്ലിഗേഷൻ അല്ല ഉള്ളത്. ഒരു അസറ്റ് മേടിക്കണം അല്ലെങ്കിൽ സെല്ല് ചെയ്യണം, ബൈ ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിൽ ഹോൾഡർക്ക് റൈറ്റ് ആണുള്ളത്, ഒബ്ലിഗേഷൻ അല്ല. ഒരു പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസിൽ ഫ്യൂച്ചർ ഡേറ്റിൽ ഒരു അസറ്റ് മേടിക്കണം അല്ലെങ്കിൽ വിൽക്കണം എന്നുള്ളത് ഹോൾഡറിനെ സംബന്ധിച്ചിടത്തോളം ഒരു റൈറ്റ് ആണ്, അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ അല്ല. അവിടെ നിർബന്ധിക്കുന്നില്ല. അതായത് നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇന്ന സാധനം തന്നെ നിങ്ങൾ നിർബന്ധമായിട്ട് മേടിക്കണം എന്നുള്ള ഒരു ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ അവരെ നിർബന്ധിക്കുന്നില്ല. അവർക്ക് റൈറ്റ് ആണുള്ളത്, വേണമെങ്കിൽ മേടിക്കാം, വേണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട, മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് ഓപ്ഷൻ എന്നുള്ള പേര് വന്നിട്ട്. നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ, നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോകുന്ന സമയത്ത് നമുക്ക് ഏത് ഡ്രസ്സ് എടുക്കണം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇന്ന ഡ്രസ്സ് തന്നെ എടുത്തോണം എന്നാരും നമ്മൾ അവിടെ നിർബന്ധിക്കുന്നില്ല. അതാണ് ഓപ്ഷൻ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയുകയാണ്, ഓപ്ഷൻ ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ്. ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് ആണ്. ഇവിടെ വിച്ച് ഗീവ്സ് ദ ഹോൾഡർ ദ റൈറ്റ്, ഹോൾഡർക്ക് റൈറ്റ് ആണുള്ളത്, ബട്ട് നോട്ട് ദ ഒബ്ലിഗേഷൻ ടു ബൈ ഓർ സെൽ ആൻ അസറ്റ്. ഒബ്ലിഗേഷൻ ഇല്ല, അസറ്റ് മേടിക്കണം അല്ലെങ്കിൽ വിൽക്കണം എന്നുള്ള ഒബ്ലിഗേഷൻ ഇല്ല. അറ്റ് ഫിക്സ്ഡ് പ്രൈസ് അറ്റ് സം ഫ്യൂച്ചർ ഡേറ്റ്, ഫിക്സ്ഡ് പ്രൈസിൽ ഫ്യൂച്ചർ ഡേറ്റിൽ ഈ പറയുന്ന എന്തില്ല, ഒബ്ലിഗേഷൻ ഇല്ല, ആരും നിർബന്ധിക്കുന്നില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി എന്നുള്ളതാണ് ഓപ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട്, ജിനു എഗ്രീസ് കാർ ടു അപ്പു വർത്ത് ₹2 lakh ആൻഡ് അപ്പു എഗ്രി ടു ബൈ അറ്റ് January 1, 2027. നേരത്തെ മുന്നേ കണ്ടിട്ടുള്ള എക്സാമ്പിൾ പോലെ തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഡിഫറൻസിലേക്ക് നമുക്ക് പോവാം. ഇവിടെ എന്താ പറയുന്നത്, ജിനു അപ്പുവിനോട് പറഞ്ഞു 2 ലക്ഷം രൂപയ്ക്ക് കാർ തരാം. ഓക്കെ, അപ്പു പറഞ്ഞു January 1, 2027 ഞാനത് മേടിച്ചോളാം. അതുവരെ കറക്റ്റ് ആണ് അല്ലേ. ഇനി എന്താ പറയുന്നത്, ഹിയർ ദ റൈറ്റ് ഓൺലി പർച്ചേസ്ഡ് നോട്ട് ദ ഒബ്ലിഗേഷൻ ഇഫ് ദ അനദർ കാർ ഈസ് അവൈലബിൾ ഇൻ ദ ഓപ്പൺ മാർക്കറ്റ് അപ്പു ക്യാൻ ബി ബൈ ഫ്രം ദ ഓപ്പൺ മാർക്കറ്റ്. അതായത് അപ്പുവിന് 1,50,000 രൂപയ്ക്ക് ഓപ്പൺ മാർക്കറ്റിൽ ഒരു കാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ കോൺട്രാക്റ്റിൽ നിന്ന് മാറി എന്ത് ചെയ്യാനായിട്ടുള്ള അവകാശമുണ്ട്, റൈറ്റ് ഉണ്ട്. ഓപ്പൺ മാർക്കറ്റിൽ പോയിട്ട് ആ ഒരു 1,50,000 കാർ മേടിക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. നിർബന്ധമായിട്ടും ഈ 2 ലക്ഷം രൂപയുടെ കാറ്, ജിനു കൊടുക്കുന്ന കാറ് തന്നെ മേടിച്ചോണം എന്ന് പറയുന്ന ഒബ്ലിഗേഷൻ അവിടെ വരുന്നില്ല. അതാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്, ഡിഫറൻസ് എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഫോർവേഡ്, ഫ്യൂച്ചർ, ഓപ്ഷൻ. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, സ്വാപ്പ് ആണ്. ഇതൊരു സിമ്പിൾ കൺസെപ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. സ്വാപ്പ് ഈസ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 parties ടു എക്സ്ചേഞ്ച് എ സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോസ് ഓവർ എ പീരീഡ് ഇൻ ദ ഫ്യൂച്ചർ. ഇവിടെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ക്യാഷ് ഫ്ലോസ് ആണ്. ഒരു ഐറ്റം എന്നുള്ളതിന് അപ്പുറത്തായിട്ട് ക്യാഷ് ഫ്ലോസ് ആണ് എന്ത് ചെയ്യുന്നത്, കറൻസീസ് ആണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, എക്സ്ചേഞ്ച് ചെയ്യുന്നത്. സ്വാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഇവിടെ കറൻസീസ് ആണ്, ക്യാഷ് ഫ്ലോസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാറ്റാം എന്നുള്ളത് എഗ്രി ചെയ്യുന്നത്. ആ ഒരു എഗ്രിമെൻ്റ് ആണ് സ്വാപ്പിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ ഏതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്,
കോൺട്രാക്റ്റിൻ്റെ ബേസിസിൽ 4 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. ഫോർവേഡ്, ഫ്യൂച്ചർ, ഓപ്ഷൻസ്, സ്വാപ്പ്. ഫോർവേഡ് എന്ന് പറയുന്ന സമയത്ത് കുറച്ച് റിസ്ക് കൂടുതലായിട്ടുള്ളതാണ്, റിസ്ക് കൂടുതലാണ്, പക്ഷേ ഫ്യൂച്ചറിൻ്റെ കാര്യത്തിൽ അത് കുറവാണ്. അതുപോലെ തന്നെ 2 പാർട്ടീസ് ബയർ ആൻഡ് സെല്ലറാണ് ഇവിടെ. 2 പാർട്ടീസ് പ്ലസ് ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ 2 പാർട്ടീസും അതിൻ്റെ കൂടെ ഒരു ബ്രോക്കറും വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പിന്നെ പറയുന്നൊരു കാര്യം, ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് ആണ്. ഒരു സാധനം നിർബന്ധമായിട്ട് നിങ്ങൾ മേടിച്ചോണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ വരുന്നില്ല. സ്വാപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടുത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എന്താ അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്, കറൻസീസ് അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോസ് ആണ് എന്ത് ചെയ്യുന്നത്, എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, ഓൺ ദ ബേസിസ് ഓഫ് അണ്ടർലൈങ് അസെറ്റ്. അണ്ടർലൈങ് അസെറ്റിൻ്റെ ബേസിൽ 2 രീതിയിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്: കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് ആൻഡ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 കൺസെപ്റ്റാണ് പറയുന്നത്. നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം, കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് ആർ ദോസ് ഡെറിവേറ്റീവ്സ് ദ അണ്ടർലൈങ് അസെറ്റ്സ് ആർ കമ്മോഡിറ്റീസ്. കമ്മോഡിറ്റീസ് ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്, അണ്ടർലൈങ് അസെറ്റ് എന്ന് പറയുന്നത്. വീറ്റ്, കോട്ടൺ, റൈസ്, ഓയിൽ, ടീ, ഈ പറയുന്ന അണ്ടർലൈങ് അസെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കമ്മോഡിറ്റീസ് ആയിരിക്കും. ഇത്രയും മനസ്സിലാക്കുക. കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സിൻ്റെ അണ്ടർലൈങ് അസെറ്റ് എന്ന് പറയുന്നത് കമ്മോഡിറ്റീസ് ആയിരിക്കും. ഇതേപോലെ തന്നെയാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിൻ്റെയും അണ്ടർലൈങ് അസെറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റ്, ക്യാഷ് ഫ്ലോസ്, സെക്യൂരിറ്റീസ് പോലെയുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് എന്തായിട്ട് വരുന്നത്, അണ്ടർലൈങ് അസെറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ കമ്മോഡിറ്റി ഡെറിവേറ്റീവിലേക്ക് വരുന്ന സമയത്ത് അണ്ടർലൈങ് അസെറ്റ് കമ്മോഡിറ്റീസ് ആയിരിക്കും, അതായത് വീറ്റ്, കോട്ടൺ, റൈസ് പോലെയുള്ളത്. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിലാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റ്, ക്യാഷ് ഫ്ലോസ്, സെക്യൂരിറ്റി പോലെയുള്ളതായിരിക്കും അവിടുത്തെ അണ്ടർലൈങ് അസെറ്റ് ആയിട്ട് വരുന്നത്. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്, ഓൺ ദ ബേസിസ് ഓഫ് ട്രേഡിംഗ് മെക്കാനിസം. ട്രേഡിംഗ് മെക്കാനിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോർവേഡ് എവിടെ ട്രേഡ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, OTCയിൽ ട്രേഡ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്യൂച്ചർ എന്താണ്, എക്സ്ചേഞ്ച് ട്രേഡഡ് ആണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഫോർവേഡ് എന്താണ്, ഫോർവേഡും ഫ്യൂച്ചറും ഒക്കെ ഈ ട്രേഡ് ചെയ്യുന്ന അടിസ്ഥാനത്തിൽ എന്തൊക്കെ ഡിഫറൻസ് ആണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്, ഓവർ ദ കൗണ്ടർ ഡെറിവേറ്റീവ്സും എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സും ആണ്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഓവർ ദ കൗണ്ടർ ഡെറിവേറ്റീവ്സ് ആണ്. ഓവർ ദ കൗണ്ടറിൽ എന്താ പറയുന്നത്, ദീസ് ആർ ദ കോൺട്രാക്ട് വിച്ച് ട്രേഡഡ് ഔട്ട്സൈഡ് ഓഫ് ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പുറത്ത് എന്ത് ചെയ്യുന്നതാണ്, ട്രേഡ് ചെയ്യുന്നതാണ് OTC എന്ന് പറയുന്നത്. ഹിയർ ദ കോൺട്രാക്ട് ഈസ് ഡയറക്ട്ലി എൻറ്റേർഡ് ബിറ്റ്വീൻ 2 മ്യൂച്വലി കൺസെൻറ്റിംഗ് പാർട്ടീസ്. അതായത് 2 പാർട്ടീസിനും നോ ഇൻ്റർമീഡിയറി ഇല്ലാതെ, അതായത് ഒരു ബ്രോക്കർ ഇല്ലാതെ 2 പാർട്ടീസും ഡയറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യുന്നതാണ് ഈ പറയുന്ന OTCയിൽ. ഇവിടെ 2 പാർട്ടീസ് ആയിരിക്കും ഉണ്ടാവുക. ഇവർക്കൊരു ഇൻ്റർമീഡിയറിൻ്റെ അല്ലെങ്കിൽ ബ്രോക്കറിൻ്റെ ആവശ്യം വരുന്നില്ല. 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്റ്റ് ആയിട്ട് അറിയുന്ന ആളുകളായിരിക്കും. ദീസ് ആർ കസ്റ്റമൈസ്ഡ് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ഓഫ് പാർട്ടീസ്. പാർട്ടീസിൻ്റെ നീഡ് എന്താണോ അതനുസരിച്ച് കസ്റ്റമൈസ്ഡ് ആണ് ഇവിടുത്തെ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഈ OTCയിൽ ഒരു തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നുമില്ല. ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് നമ്മൾ ഫോർവേഡും ഫ്യൂച്ചറും പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോർവേഡ് എന്ന് പറയുന്നത് OTC ട്രേഡഡ് ആണ്, അതുകൊണ്ട് തന്നെ റിസ്ക് കൂടുതൽ റിസ്ക് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിസ്ക് കൂടുന്നത് എന്തുകൊണ്ടാണ്, ഇനിഷ്യൽ എമൗണ്ടില്ല, അവിടെ ഒരു ബ്രോക്കർ വരുന്നില്ല, 2 പാർട്ടീസേ ഉള്ളൂ. അവരുടെ 2 പേരുടെ ഉത്തരവാദിത്തത്തിലാണ് അവർ ഓരോ കോൺട്രാക്റ്റും നടത്തുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ റിസ്ക് കൂടുതലാണ്. അപ്പോൾ സ്വാപ്പും അതുപോലെ തന്നെ ഫോർവേഡും എന്ന് പറയുന്നത് OTCയിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന 2 ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇനി എന്തെല്ലാം മെറിറ്റുകളാണ് ഇതിന് വരുന്നത്, മെറിറ്റ് ഉണ്ട്, ഡീമെറിറ്റ് ഉണ്ട്. എന്തെല്ലാം മെറിറ്റുകളാണ് വരുന്നത്, അതായത് ഹയർ ഫ്ലെക്സിബിലിറ്റി ആണ്, അതായത് ഹയർ ഫ്ലെക്സിബിൾ ആണ്, കസ്റ്റമൈസ്ഡ് ആണ്, അതേപോലെ തന്നെ ദ അണ്ടർലൈങ് അസെറ്റ് ക്യാൻ ബി എനിത്തിങ് ആൻഡ് ദ കോൺട്രാക്ട് സൈസ് ക്യാൻ ബി എനി സൈസ്. അണ്ടർലൈങ് അസെറ്റ് എന്തുമാകാം, കോൺട്രാക്ട് സൈസ് എത്ര ഡ്യൂറേഷൻ ഉള്ള ഒരു കോൺട്രാക്ട് സൈസും ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീമെറിറ്റ് എന്ന് പറയുന്നത്, ഡിഫാൾട്ട് റിസ്ക് ഇവിടെ എന്താണ്, കൂടുതലാണ്. അതായത് ഡിഫാൾട്ട് റിസ്ക് എന്നല്ല, ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് മാച്ചിങ് പാർട്ടീസ് ആണ്. മാച്ചിങ് പാർട്ടീസിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പാർട്ടീസിനെ കണ്ടെത്തുക, ഒരു ബ്രോക്കർ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ സാധനം വാങ്ങാൻ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട സാധനം വിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ക്രെഡിറ്റ് റിസ്ക് വരുന്നുണ്ട്. ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്തായിരിക്കും, ഹയർ ആയിരിക്കും. ഇവിടെ പറയേണ്ട ഒരു കാര്യമാണ് ഡിഫാൾട്ട് റിസ്ക് ഉണ്ടായിരിക്കും. അതായത് ഒരു പാർട്ടി ആ കോൺട്രാക്റ്റിൽ നിന്ന് പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന്
പറയുന്നത്, ഡിഫാൾട്ട് റിസ്ക് എന്ന് പറയുന്നത്, അതുകൂടെ നമുക്കൊരു ഡീമെറിറ്റ് ആയിട്ട് പറയാനായിട്ട് സാധിക്കും. ഇനി എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സ് എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ OTC ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെന്താന്ന് പറഞ്ഞു, മെറിറ്റ് എന്താന്ന് പറഞ്ഞു, ഡിമെറിറ്റ് എന്താന്ന് പറഞ്ഞു. ഇനി എക്സ്ചേഞ്ച് ട്രേഡഡ് എന്താണെന്നാണ് പറയുന്നത്. ദീസ് ആർ ട്രേഡഡ് ഓൺ റെക്കഗ്നൈസ്ഡ് റെഗുലേറ്റഡ് എക്സ്ചേഞ്ച്. അതായത് ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള റെഗുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ട്രേഡിംഗ് നടത്തുന്നത്. ദ ബയർ ആൻഡ് സെല്ലർ നീഡ് നോട്ട് നോ ഈച്ച് അതർ. ബയർക്കും സെല്ലർക്കും തമ്മിൽ അറിഞ്ഞോണമെന്ന് നിർബന്ധമില്ല, അവർ തമ്മിൽ അറിഞ്ഞോണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. അതുപോലെ തന്നെ ദ എക്സ്ചേഞ്ച് ഈസ് ദ കൗണ്ടർ പാർട്ടി ഫോർ ദ ബയർ ആൻഡ് സെല്ലർ. എക്സ്ചേഞ്ച് ആക്ട് ആസ് ആൻ ഇൻ്റർമീഡിയറി. അതായത് ഇവിടെ ബയ്യറിൻ്റെയും സെല്ലറിൻ്റെയും ഇടയിലുള്ള ഒരു ഇൻ്റർമീഡിയറി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ആക്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ബ്രോക്കർ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറി എന്ന് പറയുന്നത് നമ്മുടെ എക്സ്ചേഞ്ച് ആണ്. OTCയിൽ അങ്ങനെ ഒരു ഇൻ്റർമീഡിയറി വരുന്നില്ല. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഇനിഷ്യൽ മാർജിൻ ഫോർ ബോത്ത് പാർട്ടീസ്. രണ്ട് പാർട്ടീസിൻ്റെ കയ്യിൽ നിന്നും ഇനിഷ്യൽ എമൗണ്ട് അല്ലെങ്കിൽ അഡ്വാൻസ് എമൗണ്ട് മേടിക്കുന്നു. ഡിഫാൾട്ട് റിസ്ക് ഈസ് നോട്ട് ഹാപ്പൻ ഹിയർ. അതായത് OTCയിൽ ഡിഫാൾട്ട് റിസ്ക് ഉണ്ടായിരുന്നു, ഇവിടെ ഡിഫാൾട്ട് റിസ്ക് ഇല്ല. അതായത് ഒരു പാർട്ടി പോയാൽ തന്നെ ഇനിഷ്യൽ എമൗണ്ട് മേടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നഷ്ടം വരുന്നില്ല. പോയ പാർട്ടിക്കാണ് ആ പറയുന്ന മാർജിൻ എമൗണ്ട് എന്താവുന്നത്, നഷ്ടമാവുന്നതാണ് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്താണ് എക്സ്ചേഞ്ച് ട്രേഡഡും OTCയും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളതാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത്. അതായത് ഫസ്റ്റ് വൺ പറയുന്നത് എന്താ, ഓരോ സ്ലൈഡ്സും മാറ്റിയായിരിക്കും ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവുക, അതനുസരിച്ച് ശ്രദ്ധിക്കുക കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, എക്സ്ചേഞ്ച് ട്രേഡഡ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ഇല്ല എന്നാണ് പറയുന്നത്, ഡു നോട്ട് ഹാവ് എ കൗണ്ടർ പാർട്ടി റിസ്ക്. ഇവിടെ കൗണ്ടർ പാർട്ടി റിസ്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ടായിരിക്കും, ഇവിടെ കൗണ്ടർ പാർട്ടി റിസ്ക് നുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. സെക്കൻഡ് വൺ എന്താ പറയുന്നത്, ട്രേഡഡ് ഓൺ റെക്കഗ്നൈസ്ഡ് എക്സ്ചേഞ്ച്. റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ രണ്ട് പാർട്ടീസ് തമ്മിലാണിത് ട്രേഡ് ചെയ്യുന്നത്. മൂന്നാമത്തേതായിട്ട് എന്താ പറയുന്നത്, ട്രാൻസാക്ഷൻ കോസ്റ്റ് ആർ ലെസ്. ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറവായിരിക്കും, പക്ഷേ ഇവിടെ ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്താണ്, കൂടുതലാണ്. ഇനി സ്റ്റാൻഡർഡൈസ്ഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്. പക്ഷേ ഇവിടെ എന്താണ്, കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റ് ആണ്. ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ടാണ് കാര്യങ്ങൾ. പക്ഷേ ഇവിടെ എന്താണ്, എന്താണോ ബയറിൻ്റെയും സെല്ലറിൻ്റെ ആവശ്യം അതനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഇവിടെ ഫോളോ ചെയ്യുന്നില്ല. ഇനി ലാസ്റ്റ് വൺ പറയുന്നത് എന്താണ്, ട്രേഡേഴ്സ് ഡു നോട്ട് നോ ഈച്ച് അതർ. രണ്ട് പാർട്ടീസിനും തമ്മിൽ അറിയണമെന്ന് നിർബന്ധമില്ല, അവർ തമ്മിൽ അറിഞ്ഞോണമെന്നുമില്ല. ഇനി എന്താ പറയുന്നത്, ട്രേഡേഴ്സ് നോ ഈച്ച് അതർ. അവർക്ക് തമ്മിൽ എന്തായിരിക്കും, അവർക്ക് തമ്മിൽ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എന്താ പറയുന്നത് ഡെറിവേറ്റീവിൻ്റെ ക്ലാസിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് പറയാനായിട്ടുള്ളത്. ഒന്നും കൂടെ നമുക്ക് നോക്കാം. നമ്മുടെ ക്ലാസിഫിക്കേഷൻ 3 രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. കോൺട്രാക്റ്റിൻ്റെ ബേസിസിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് 4 രീതിയിൽ. അണ്ടർലൈങ് എസറ്റിൻ്റെ രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ട്രേഡിംഗ് മെക്കാനിസത്തിൻ്റെ രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോൺട്രാക്റ്റിൻ്റെ ബേസിസിൽ നമ്മൾ ഫോർവേഡ്, ഫ്യൂച്ചർ, ഓപ്ഷൻ, സ്വാപ്പ് എന്നായിരുന്നു ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരോന്നും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമതായിട്ട് അണ്ടർലൈങ് എസറ്റിൻ്റെ ബേസിസിൽ കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ്, ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ലാസ്റ്റ് വൺ ഓൺ ദ ബേസിസ് ഓഫ് ട്രേഡിംഗ് മെക്കാനിസം എന്നുള്ള രീതിയിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓവർ ദ കൗണ്ടർ ഡെറിവേറ്റീവ്സും എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സും എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡിഫറൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു കുറച്ച് ലോങ് ആയിട്ടുള്ള വീഡിയോ ആണ്. കാരണം എന്ന് പറയുന്നത് ഇതൊരു ഇൻട്രൊഡക്ഷൻ ഭാഗം ആയതുകൊണ്ടാണ്. ഇതിന് നിങ്ങൾക്ക് ബേസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഇനി ഒരു പാർട്ട് കൂടിയാണ് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കുള്ളത്. പക്ഷേ അത് വളരെ സിമ്പിളായിട്ടുള്ളതായിരിക്കും. ഇത്രയും നേരം ഒന്നും ഡ്യൂറേഷൻ ഉണ്ടാവില്ല. ഒരു ചെറിയ പാർട്ടായിട്ടായിരിക്കും അത് വരുന്നുണ്ടാവുക. അതോടുകൂടി നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്തായിട്ടുണ്ടാവും, കൺക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ പറഞ്ഞിരിക്കുന്ന ഏരിയ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. അതിനുള്ള എക്സ്പ്ലനേഷൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ആണ് നിങ്ങൾക്കുള്ളെങ്കിൽ അതും നിങ്ങൾ പറയുക. ഇനിയും മുന്നോട്ടുള്ള വീഡിയോസ് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.